ശബരിമല യുവതി പ്രവേശന വിധിയെ എതിർക്കുന്ന തന്ത്രി കണ്ഠര് രാജീവർ മുൻപ് പണം വാങ്ങി പല യുവതികളെയും 18ാം പടി കയറ്റി ദർശനം നടത്തിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ വെളിപ്പെടുത്തി. യുവതി പ്രവേശനത്തിൽ സിപിഎം സ്വീകരിച്ച നിലപാടാണ് ശരി. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവിശ്വാസികളല്ല. ക്ഷേത്രത്തിൽ പോകുന്നവർ മാത്രമല്ല വിശ്വാസികൾ. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല. ഗാന്ധിയും ടാഗോറും തൊഴാൻ പോയിട്ടില്ല. അവിശ്വാസികൾ എന്നൊരു വിഭാഗമില്ല. യുവതി പ്രവേശനത്തെ അനുകൂലിച്ച ശേഷം സ്ഥാപിത താൽപര്യങ്ങൾക്കായി ബിജെപി നടത്തിയ സമരങ്ങളെല്ലാം ചീറ്റിപ്പോയി. ശബരിമല സംഘർഷഭൂമിയാക്കേണ്ടത് ബിജെപിയുടെ ആവശ്യമാണ്. അത് പൊളിഞ്ഞെന്നും മന്ത്രി ആരോപിച്ചു. തന്ത്രിക്കെതിരെ ഇത് ആദ്യമായല്ല മന്ത്രി ജി സുധാകരൻ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യുവതികളെത്തിയാൽ നടയടച്ച് താക്കോൽ കൈമാറുമെന്ന് തന്ത്രി പറഞ്ഞപ്പോൾ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഹർത്താലിന് കടയടച്ചു പോകുന്ന ലാഘവത്തോടെയാണ് തന്ത്രി നടയടയ്ക്കുന്ന കാര്യം പറഞ്ഞത്. ഞങ്ങൾ ഒന്നും പറയുന്നില്ല. വിശ്വാസികൾ ഇക്കാര്യം ചർച്ച ചെയ്യണം. ശബരിമലയിൽ പൗരോഹിത്യത്തിന്റെ തകർച്ചയുടെ മണിമുഴക്കമാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയതിനു പിന്നാലെ തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയപ്പോൾ അതിരൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ നടത്തിയത്. തന്ത്രിയല്ല, ബ്രാഹ്മണ രാക്ഷസാണ്. മനുഷ്യരായ ആരെങ്കിലും ചെയ്യുന്ന നടപടിയാണോ അദ്ദേഹം ചെയ്തത്? കോടതി വിധി നടപ്പാക്കാനാകുന്നില്ലെങ്കിൽ പുറത്തു പോകണം. ഞങ്ങൾ ആരെയും പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശബരിമലയിലെ കാര്യങ്ങൾ ഭംഗിയായി നടത്താനാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. തന്ത്രിസ്ഥാനവും വേണം. കോടതി വിധി നടപ്പാക്കാനും പറ്റില്ലെന്ന നിലപാട് ശരിയല്ലെന്നും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടുകയും വിധി നടപ്പാക്കാനാവുന്നില്ലെങ്കിൽ തന്ത്രി സ്വയം സ്ഥാനമൊഴിയണമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തതിനു പിന്നാലെ ജി സുധാകരനും രംഗത്തെത്തിയിരുന്നു. തന്ത്രിയെ മാറ്റാനാവില്ലെന്ന് താഴ്മൺ കുടുംബത്തിലുള്ളവർ അടക്കം പറയുന്നത് ശരിയല്ല. ഞാൻ തന്ത്രിയെ മാറ്റിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ പറഞ്ഞു. താൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് തന്ത്രി കണ്ഠര് മോഹനരെ മാറ്റിയത്. മാറ്റരുതെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മഹേശ്വർ തന്നെ വന്ന് കണ്ടു പറഞ്ഞിരുന്നു. പറ്റില്ലെന്നറിയിച്ചു. അതുകൊണ്ട് തന്ത്രിയെ മാറ്റാനാവില്ലെന്ന് പറയുന്നതിൽ കഴമ്പില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. തന്ത്രി പണം വാങ്ങി യുവതികളെ ശബരിമലയിൽ കയറ്റിയിട്ടുണ്ടെന്ന് മുൻപും ആരോപണം ഉയർന്നിട്ടുണ്ട്. തന്ത്രി കണ്ഠര് രാജീവർക്ക് 5000 രൂപ നൽകി വർഷങ്ങൾക്ക് മുൻപ് താൻ 18ാം പടി ചവിട്ടി മല കയറി ദർശനം നടത്തിയെന്നും അതിനുശേഷമാണ് മകൻ ജനിച്ചതെന്നും ലക്ഷ്മി രാജീവ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം നിഷേധിക്കാൻ തന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തുകയും പുസ്തകം എഴുതുകയും ചെയ്യുന്നയാളാണ് ലക്ഷ്മി രാജീവ്. തന്ത്രി രാജീവർ അന്ന് ചെന്നൈയിലെ ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഏജന്റ് വഴിയാണ് കണ്ടത്. പണം നൽകിയ ശേഷമേ രാജീവരെ കാണാൻ അനുമതി ലഭിച്ചുള്ളൂ. കണ്ടപ്പോൾ ശബരിമല ദർശനം നടത്താൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് രാജീവർ ഉറപ്പു നൽകിയതെന്നും ലക്ഷ്മി രാജീവ് വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.